ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈമൺ കമ്മീഷനെ കുറിച്ചാണ് പഠിച്ചത്. നമുക്കിന്ന് ബർദോളി സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാം. 1928 ബർദോളി സത്യാഗ്രഹം. ഓക്കെ, എന്താണ് ബർദോളി സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഗുജറാത്തിലെ ബർദോളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് കൃഷിനാശമുണ്ടായി. എന്ത് ചെയ്തു? വെള്ളപ്പൊക്കത്തെ തുടർന്ന് കൃഷിനാശമുണ്ടായി. ഓക്കെ, അപ്പോൾ ഉണ്ടായപ്പോൾ നികുതി വർദ്ധിപ്പിക്കുകയല്ലാതെ നികുതി കുറച്ച് കൊടുക്കുന്ന ഒരു നടപടി ഗവൺമെൻറ് സ്വീകരിച്ചില്ല. സാധാരണഗതിയിൽ കൃഷിനാശം ഉണ്ടായപ്പോൾ വിളവെടുപ്പ് നടത്താൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? അവർക്ക് വിളവെടുപ്പിന് ശേഷമാണ് അവർ നികുതി അടയ്ക്കുന്നത്, അതിനൊരു പറ്റാതെയായി. പക്ഷേ ആ വർഷം നികുതി അടയ്ക്കുന്നത് കൂടാതെ എന്ത് ചെയ്തു? നികുതി വർദ്ധിപ്പിക്കുകയും കൂടി ചെയ്തു. അങ്ങനെ ചെയ്ത ബോംബെ സർക്കാരിൻ്റെ നടപടിയിലുണ്ടായ പ്രതിഷേധമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബർദോളി സത്യാഗ്രഹം. അപ്പോൾ ചിലർക്ക് സംശയം തോന്നും, എന്താണ് ഗുജറാത്തിൽ എന്താ ബോംബെ സർക്കാരിന് കാര്യമൊന്ന് അല്ലേ? ഇന്നത്തെ പോലെ ഗുജറാത്ത് ഒരു സംസ്ഥാനവും മഹാരാഷ്ട്ര മറ്റൊരു സംസ്ഥാനവും ആയിരുന്നില്ല. അന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും എല്ലാം ബോംബെ പ്രവിശ്യയുടെ ഭാഗമായിരുന്നു. ഓക്കെ, ബോംബെ പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്നു എന്ത്? ഗുജറാത്തും മഹാരാഷ്ട്രയും എല്ലാം. അതുകൊണ്ട് ഗുജറാത്ത് അധീനതയിലുണ്ടായിരുന്നത് ഏത് സർക്കാരിൻ്റെ കീഴിലായിരുന്നു? അത് ബോംബെ സർക്കാരിൻ്റെ കീഴിലായിരുന്നു എന്ന് ഓർക്കുക. അങ്ങനെ നികുതി വർദ്ധിപ്പിച്ച ബോംബെ സർക്കാരിൻ്റെ നടപടിക്കെതിരെ ഇവിടെ ബർദോളിയിലെ ജനങ്ങൾ നയിച്ച സത്യാഗ്രഹമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബർദോളി സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം നികുതി വർദ്ധിച്ചപ്പോൾ ജനങ്ങൾ ഗാന്ധിജിയെ സമീപിച്ചു. പരാതിയുമായിട്ട് ഗാന്ധിയുടെ അടുത്തെത്തി. ഗാന്ധിജി ഇതിന് നേതൃത്വം നൽകണം, സമരം ആരംഭിക്കണം എന്നെല്ലാം അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഗാന്ധിജി അന്ന് തൻ്റെ സന്തത സഹചാരിയും തൻ്റെ അനുയായിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന് നിർദ്ദേശം കൊടുത്തു. എന്തു ചെയ്യാൻ? ഈ ബർദോളി സത്യാഗ്രഹം നയിക്കാൻ. അങ്ങനെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വല്ലഭായ് പട്ടേലാണ് എന്ത് ചെയ്യുന്നത്? ബർദോളി സത്യാഗ്രഹം നയിച്ചത്. അപ്പോൾ അവിടെ അതുവരെ സർദാർ എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല, വല്ലഭായ് പട്ടേൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിൻ്റെ കാരണമുണ്ട്, അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ 1928 വെള്ളപ്പൊക്കത്തെ തുടർന്ന് കൃഷിനാശം സംഭവിച്ചിട്ടും സർക്കാർ നികുതി വർദ്ധിപ്പിച്ചതിനെതിരെ കർഷകർ ഗാന്ധിജിയെ സമീപിച്ചു. ഗാന്ധിജി എന്ത് ചെയ്തു? വല്ലഭായ് പട്ടേലിനോട് ഈ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വല്ലഭായ് പട്ടേൽ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹം ഈ സമരം നയിച്ചു. ഓക്കെ, ഗാന്ധിജിയുടെ സമരമാർഗം തന്നെ പിന്തുടർന്ന വല്ലഭായ് പട്ടേൽ ഈ സമരം വിജയിപ്പിച്ചു. അപ്പോൾ ഇതിനെ തുടർന്ന് ഗാന്ധിജി എന്ത് ചെയ്യുന്നു? പട്ടേലിൻ്റെ സത്യാഗ്രഹത്തിലുള്ള പങ്കിനെ അനുസ്മരിച്ചുകൊണ്ട് ഗാന്ധിജി അദ്ദേഹത്തിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകി, അല്ലെങ്കിൽ സർദാർ എന്ന വിശേഷണം നൽകി. അതിനുശേഷമാണ് 1928 ബർദോളി സത്യാഗ്രഹത്തിന് ശേഷമാണ് എന്ത്? വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓർക്കുക, സർദാർ വല്ലഭായ് പട്ടേൽ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് നൽകിയതാരാണ്? ഗാന്ധിജിയാണ്. ഏത് സത്യാഗ്രഹത്തെ അനുസ്മരിച്ചാണ്? 1928 ബർദോളി സത്യാഗ്രഹത്തിലെ നേതൃപാടവത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഗാന്ധിജി നൽകിയ സ്ഥാനപ്പേരാണ് ഏതെന്ന് പറയുന്നത്? സർദാർ എന്ന് പറയുന്നത്. ഇനി PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കൂടി നമുക്കിവിടെ പറഞ്ഞു പോകണം. അതുകൊണ്ട് തന്നെ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. ഓക്കെ, ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്.